ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഇൻ്റഗ്രേഷൻ ഉദ്ഗ്രഥിതം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റാർ ഫൈൻഡ് ആൻഡ് കളർ ദ സ്റ്റാർ ഫോർ വിച്ച് സം ഓഫ് ദ നമ്പർ ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓൺ ദ ബോക്സ്. അല്ലേ, ഏതൊക്കെ നമ്പർ കൂട്ടിയാലാണ് ആ ബോക്സിൽ തന്നിട്ടുള്ള നമ്പർ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ സ്റ്റാർസിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. 6 + 3 എത്രയാണ്? 7, 8, 9 ആണ്. അപ്പോൾ 3 + 7 എത്രയാണ്? 7, 8, 9, 10 ആണ്. 4 + 1 5 ആണ്. അപ്പോൾ 9 എന്ന ആൻസർ കിട്ടുന്ന സ്റ്റാർ ഏതാണ്? ഫസ്റ്റ് ആണ് അല്ലേ, 6 + 3 ആണ്. നെക്സ്റ്റ് സ്റ്റാറിൽ 2 + 3 എത്രയാണ്? 5 ആണ്. 5 + 2 എത്രയാണ്? 7 ആണ്. 8 - 3 എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 7 സമ്മ് കിട്ടുന്ന ആൻസർ ഏതാണ് ഇവിടെ? 5 + 3 ആണ്, സെക്കൻഡ് സ്റ്റാർ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ കളർ ചെയ്തു അല്ലേ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ബോക്സിൽ 5 ആണ് അല്ലേ. 8 + 3 എത്രയാണ്? 9, 10, 11 ആണ്. 5 + 2 എത്രയാണ്? 7 ആണ്. 7 - 2 5 ആണ്. അപ്പോൾ നമ്മളെ സ്റ്റാർ ഏതാണ്? 7 - 2. അടുത്ത ബോക്സിൽ 11 ആണ് അല്ലേ, 11. അപ്പോൾ 10 - 4 എത്രയാണ്? 6 ആണ്. 6 + 5 11 ആണ്. 5 + 4 9 ആണ്. അപ്പോൾ 6 + 5 സെക്കൻഡ് സ്റ്റാർ ആണ് നമ്മൾ ആൻസർ. ഇനി അടുത്തത് എന്താണ്? തരംതിരിക്കാമാണ്. ക്രിസ്മസ് ആഘോഷത്തിനായി അമ്മുവിൻ്റെ അമ്മ ഒരുക്കിയ ആഹാരങ്ങൾ നോക്കൂ. സൂചനകൾ നോക്കി തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം ആഹാരങ്ങളുണ്ട്? ദോശ, പൂരി, കൊഴുക്കട്ട, ഇഡ്ഡലി, ചപ്പാത്തി, പത്തിരി, ആപ്പിൾ, സമൂസ, ഇലയട, ഉഴുന്നുവട, പഴംപൊരി, മുന്തിരി, പാലപ്പം. ഇവ നമ്മളോട് സൂചനകൾ നോക്കി തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെ തരംതിരിക്കണം? ചുട്ടെടുക്കുന്നവ, ആവിയിൽ വേവിക്കുന്നവ, വറുത്തെടുക്കുന്നവ, വേവിക്കാത്തവ അല്ലേ. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഈ ആഹാരത്തെ തരംതിരിച്ചെഴുതാം. അപ്പോൾ വറുത്തെടുക്കുന്നവയിൽ ഏതെല്ലാം എഴുതാം? പൂരി, സമൂസ, ഉഴുന്നുവട, പഴംപൊരി. പിന്നെയും നമുക്ക് ഒരുപാട് പലഹാരങ്ങളുണ്ട് അല്ലേ. അതെല്ലാം നിങ്ങൾക്ക് വേറെ കൂട്ടി ചേർക്കാം. അപ്പോൾ തന്നിട്ടുള്ളതിൽ നിന്നും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ പൂരി, സമൂസ, ഉഴുന്നുവട, പഴംപൊരി എന്നിവയൊക്കെയാണ് വറുത്തെടുക്കുന്നവയിൽ. ഇനി ചുട്ടെടുക്കുന്നവയിൽ ദോശ, ചപ്പാത്തി. ആവിയിൽ വേവിക്കുന്നവയിലോ കൊഴുക്കട്ട, ഇഡ്ഡലി, പത്തിരി, ഇലയട. ഇനി വേവിക്കാത്തവയിൽ ഏതെല്ലാം പെടുത്താം? ഇവിടെ ആപ്പിളും മുന്തിരിയാണ് അല്ലേ. ഫ്രൂട്ട്സ് ആണ്, അത് വേവിക്കുമോ? ഇല്ല. ആപ്പിൾ, മുന്തിരി വേവിക്കാതെ കഴിക്കുന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? അമ്മൂസ് ഫാദർ ബോട്ട് പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഫോർ ക്രിസ്മസ് സെലിബ്രേഷൻ. ഈച്ച് പാക്കറ്റ്സ് ഹാസ് 10 ചോക്ലേറ്റ് അല്ലേ. അമ്മയുടെ ഫാദർ എന്താണ് ക്രിസ്മസിന് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു. 10 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ചോക്ലേറ്റ് അല്ലേ. 3 ബോക്സ് ചോക്ലേറ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ബോക്സിലും 10 എണ്ണം വീതമാകുമ്പോൾ 3 ബോക്സിൽ എത്രയാകും? 10, 10, 10 എത്രയാണ്? 10 കൂട്ടണം 10 കൂട്ടണം 10 എത്രയാണ്? 30 ആണ്. അപ്പോൾ നമ്മൾ 30 എഴുതി. 33 ഇനി ഇവിടെ അമ്മുവിൻ്റെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. അമ്മുവിൻ്റെ വീട്ടിലെ ക്രിസ്മസിന് അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി. അച്ഛൻ കേക്ക് കൊണ്ടുവന്നു. ചേട്ടനുമൊത്ത് അമ്മു നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. അമ്മുവും ചേട്ടനും അമ്മയും അച്ഛനും ചേർന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കി അല്ലേ. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. അമ്മുവിൻ്റെ ക്രിസ്മസ്. അമ്മുവിൻ്റെ വീട്ടിലെ ക്രിസ്മസിന് അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി. അച്ഛൻ കേക്ക് കൊണ്ടുവന്നു. ചേട്ടനുമൊത്ത് അമ്മു നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. അമ്മുവും ചേട്ടനും അമ്മയും അച്ഛനും ചേർന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കി. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി ഇതിൽ നിന്നും നമ്മളോട് ചോദിച്ചത് എന്താണ്? ഒന്നാമത്തെ ചോദ്യം, ക്രിസ്മസിന് അമ്മ ഉണ്ടാക്കിയത് എന്താണ്? പലഹാരങ്ങൾ. അച്ഛൻ എന്താണ് കൊണ്ടുവന്നത്? കേക്ക്. അമ്മ ആരുടെയൊപ്പമാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത്? ചേട്ടൻ. ആരൊക്കെ ചേർന്നാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്?
അമ്മുവും ചേട്ടനും അമ്മയും അച്ഛനും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻ്റഗ്രേഷനുമായി ഉദ്ഗ്രഥിതവുമായി ബന്ധപ്പെട്ട് 1ാം ക്ലാസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.